ഇവിടെ ജാതിക്ക് അതീതമായ ഒരു മതസൗഹാർദ്ദമാണ് ഇവിടെ നിലനിൽപ്പുള്ളത്. ആ നിലനിൽപ്പിന് RSSയുടെയും BJPയുടെയും അണികൾ അകത്ത് പിടിച്ചിരുത്തി സ്വകാര്യ സംഭാഷണങ്ങൾ ഞങ്ങൾ അനുവദിക്കും. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഏറെക്കുറെ അഴുക്കിയ നിലയിലായിരുന്നുവെങ്കിലും മുഖം വ്യക്തമായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. മരണപ്പെട്ട ഗോപൻ സ്വാമിയുടെ വീട്ടിലും സമാധി മണ്ഡപത്തിനരികിലും കനത്ത പോലീസ് സുരക്ഷയാണിപ്പോൾ ഉള്ളത്. നിലവിൽ കല്ലറ പൊളിച്ച നിലയിൽ തന്നെയാണുള്ളത്. ഏകദേശം 11 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ അവസാനിക്കും. ശേഷം അസ്വാഭാവികത ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ മൃതശരീരം അപ്പോൾ തന്നെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ബന്ധുക്കൾ ഇത് സ്വീകരിക്കുകയാണെങ്കിൽ വീണ്ടും സമാധി മണ്ഡപത്തിലിരുത്തി സമാധി ചെയ്യും. ഇനി ഇളയ മകൻ നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ ഒരുപക്ഷെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ ഇടയില്ല. അങ്ങനെയുണ്ടായാൽ മൃതദേഹം 3 ദിവസം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കും. ശേഷം അനന്തര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. കല്ലറ പൊളിച്ച് പരിശോധന നടത്തുമ്പോൾ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും മരുമകളും വീടിനകത്തിരിക്കുകയായിരുന്നു. കനത്ത പോലീസ് അകമ്പടിയോടെയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള RDOയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുടുംബം നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നും ആരാണ് മരണം സ്ഥിരീകരിച്ചതെന്നും കോടതി വീട്ടുകാരോട് ചോദിച്ചു. തുടർന്ന് ഹർജി തള്ളുകയും ചെയ്തിരുന്നു. സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്നറിയാനാണ് കോടതി തിരുവനന്തപുരം ജില്ലാ കളക്ടറോടും RDOയോടും വിശദീകരണം തേടിയിരിക്കുന്നത്. ഇതോടെയാണ് ഗോപൻ സ്വാമിയെ പുറത്തെടുക്കേണ്ടതും പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതും അനിവാര്യമായത്. ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു. മുഖത്തും ശിരസിലും വിഗ്രഹത്തിൽ ചാർത്തുന്നതുപോലെ കളഭം ചാർത്തി. പിന്നീട് പിതാവ് വാങ്ങിവെച്ച ശിലയെടുത്ത് സമാധി മണ്ഡപം മൂടിയെന്നാണ് മക്കൾ പോലീസിന് മൊഴി നൽകിയത്. കല്ലറ പൊളിച്ചപ്പോഴും മക്കൾ പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിലാണ് മൃതദേഹം ഇരുന്നത്. മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നറിയാനുള്ള ഫോറൻസിക് പരിശോധനയാണ് പോലീസ് നടത്തുക. കല്ലറയ്ക്കുള്ളിൽ ഭസ്മവും കർപ്പൂരവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ മൃതദേഹത്തിനു ചുറ്റും കുത്തിനിറച്ച നിലയിലാണ്. ഇത് പൂർണ്ണമായി മാറ്റിയ ശേഷമാണ് അഴുകിത്തുടങ്ങിയ മൃതദേഹം പുറത്തെടുത്തത്. കല്ലറയിലെ മൃതദേഹത്തിന് കാണാതായതായി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഗോപൻ സ്വാമിയുമായി സാദൃശ്യമുണ്ടെന്ന് പോലീസും അനൌദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സ്ഥിരീകരിക്കാൻ DNA പരിശോധന ഉൾപ്പെടെ നടത്തും. മരണകാരണവും കണ്ടെത്താനുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം പുലർച്ചെ തന്നെ സ്ഥലത്തെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ജില്ലാ ഭരണകൂടമാണ് കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.